1247 പോർച്ചുഗലിലെ സാന്താറേമിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം പിയൂസ് നാലാമൻ, വിശുദ്ധ പിയൂസ് അഞ്ചാമൻ, പിയൂസ് ആറാമൻ, ഗ്രിഗറി 14 എന്നീ മാർപ്പാപ്പമാർ നേരിട്ടെത്തി കുമ്പിട്ടാരാധിച്ചയൊന്നാണ്. ഭർത്താവിനോടുള്ള അസൂയെ പ്രതി ഒരു മന്ത്രവാദിനിയെ സമീപിച്ച സാന്താറേമിലെ ഒരു യുവതിയോട് ദേവാലയത്തിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിച്ചുകൊണ്ടുവരാനായി മന്ത്രവാദിനി ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം യുവതി സെയിന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ പോയി തിരുവോസ്തി ഒരു ലിനൻ തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തുണി നനയുന്നതായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത് തുറന്നു നോക്കിയ അവൾ കണ്ടത് തിരുവോസ്തിയിൽ നിന്നും രക്തമൊഴുകുന്നതും തുടർന്ന് മുറിയിലാകെ പ്രകാശം പരക്കുന്നതുമായിരുന്നു. സംഭവം ദേവാലയ അധികാരികളെ അറിയിക്കുകയും വിശുദ്ധ സ്റ്റീഫന്റെ ദേവാലയത്തിൽ ആദരപൂർവ്വം രക്തത്തോടു കൂടിയ തിരുവോസ്തി മെഴുകുകൊണ്ടുണ്ടാക്കിയ പേടകത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ മെഴുകു പേടകം കഷണങ്ങളായി ചിതറി പകരം ഒരു സ്ഫടികപാത്രത്തിൽ പൊതിയപ്പെട്ടതായ മറ്റൊരു അത്ഭുതവും ദേവാലയത്തിലുണ്ടായി. ഔദ്യോഗിക പഠനങ്ങൾക്കു ശേഷം പ്രസ്തുത അത്ഭുതം സഭ അംഗീകരിക്കുകയും ചെയ്തു. പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ച് ദ്രവരൂപത്തിൽ രക്തത്തോടുകൂടി ജീവാംശം തെളിയിക്കുന്ന ശാസ്ത്ര കണ്ടെത്തലുകളുമായി ഇന്നും സാന്താറേമിലെ ദേവാലയത്തിൽ ഈ അത്ഭുതം നിലകൊള്ളുന്നു.